ഹലോ, നമ്മളെല്ലാവർക്കും കൂടി ഇന്ന് തൃശ്ശൂർ ശോഭാ സിറ്റിയിൽ പോവുകയാണ്. ആവിമോൻ്റെ ബർത്ത്ഡേ അവി എല്ലാവർക്കും ഫുഡൊക്കെ മേടിച്ച് തരാൻ ട്രീറ്റൊക്കെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ രാത്രി ഒരു 8:30 ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് രാത്രിയാണ് നമ്മളൊക്കെ ഇറക്കം. അപ്പോൾ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഫോൺ കേസ് ഒന്ന് മാറ്റണമായിരുന്നു. പക്ഷേ നോക്കിയിട്ട് ഉദ്ദേശിച്ച പോലത്തെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അമ്മയും അച്ഛനും ഐസ്ക്രീമൊക്കെ മേടിച്ച് സെറ്റായി നിൽക്കണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം പുറത്തിറങ്ങി കാറ്റൊക്കെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാം, സംസാരിച്ചിരിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേഗത്തിനുള്ളിലോട്ട് കയറി എന്ന് വെച്ചാൽ നമ്മൾ ചെന്നത് തന്നെ ലേറ്റായിട്ടാണ്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാനാണ് നമ്മൾ മെയിനായിട്ട് പോയത്. അപ്പോൾ ക്ലോസ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ വേഗം ഉള്ളിലോട്ട് കയറി. ഫുഡ് കോർട്ടിലാണെങ്കിൽ കുറേ ഫുഡ് സ്റ്റാളുണ്ടായിരുന്നു. എല്ലാ ഫുഡ് സ്റ്റാളിലും എല്ലാ ഫുഡിനും ഡെമോ ഉണ്ടായിരുന്നു. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഫുള്ള് കറങ്ങി നടന്ന് കണ്ടു, വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് മസാല ദോശയും പൂരി മസാല സെറ്റുമാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ആദ്യം കിട്ടി. പിന്നെ അതിന് ശേഷം നമ്മൾ മെക്ഡൊണാൾഡ്സിൽ നിന്ന് ബർഗറും ഫ്രൈഡ് ചിക്കനും ഡ്രിങ്ക്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹൈദരാബാദി റോയൽ ദം ബിരിയാണിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടും ഒരുമിച്ചാണ് നമുക്ക് കിട്ടിയത്. ബർഗറും ഫ്രൈഡ് ചിക്കനും എനിക്ക് വലിയ ഇഷ്ടമായില്ല, ടേസ്റ്റ് തോന്നിയില്ല. ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ എപ്പോൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പറ്റുകയാണെങ്കിലും നമ്മൾ പല പല ഫുഡാണ് ഓർഡർ ചെയ്യാറ്. സെയിം ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യാറില്ല. ഡിഫറെൻറ്റ് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഫുഡും ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ പോയിട്ട് പുട്ടും ബീഫ് റോസ്റ്റും മേടിച്ചിട്ട് വന്നു. ബീഫൊക്കെ നല്ല ജ്യൂസി ആയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സബ്വേയിൽ പോയി. സബ്വേയിൽ നമ്മൾ കുറേ നാളായി ഈ ഒരു സംഭവം ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കണത്. അവിടെ നമുക്ക് ചൂസ് ചെയ്യാം ഏത് ബ്രെഡ് വെക്കണം, ഏത് മീറ്റ് വേണം, ഏത് സലാഡ് വേണം എന്നൊക്കെ. അപ്പോൾ നമ്മൾ ബീഫാണ് നോക്കിപ്പോയത്, പക്ഷേ ബീഫ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആടിൻ്റെ കണ്ടപ്പോൾ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ ആടാണ് ചൂസ് ചെയ്തത്. അങ്ങനെ ആടാണെങ്കിൽ നമ്മളിതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെ അതൊക്കെ കിട്ടി, നമ്മളത് കഴിച്ച് നോക്കിയപ്പോൾ ആദ്യം വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. പക്ഷേ കഴിച്ച് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ഛനമ്മയൊന്നും കഴിച്ചില്ല, അവർക്കിതൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് അത് കഴിച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ബബിൾ ടീ കുടിക്കാനായിട്ട് പോയി. അവളുടെ ബബിൾ ടീയും വാഫിൾസ് ഉണ്ടായിരുന്നേ. വാഫിൾസ് നമ്മൾ മുമ്പ് ലൈവായിട്ട് ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട്, പക്ഷേ ബബിൾ ടീ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈവായിട്ട് കാണുന്നത് കേട്ടോ. അങ്ങനെ അത് ഓർഡർ ചെയ്തു. അതും ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഓൾറെഡി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വയറെല്ലാവരും ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. എന്നാലും ഒരു മധുരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബബിൾ ടീ ഓർഡർ ചെയ്തത്. അവ ഷുഗർ കട്ടായതുകൊണ്ട് അവയ്ക്ക് കൊടുത്ത പോലെ തന്നെ എനിക്ക് തിരിച്ചു തന്നു കേട്ടോ. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും ബിനും കൂടിയാണ് അത് കഴിച്ചത്. അവ കഴിച്ചില്ല. അങ്ങനെ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി ഓരോ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫോട്ടോ ബൂത്തിലേക്ക് പോയി. ഞാനും പിന്നെ മുമ്പ് ഇതുപോലെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പോണ വഴിക്ക് ഒരു ചായ കുടിക്കാന്നുള്ള പ്ലാനിലാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പോണ വഴിക്ക് ടീ ബ്രേക്കിൽ കയറി. എനിക്കാണെങ്കിൽ ചെറിയൊരു ജലദോഷം തുമ്മലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല. അവർ 4 പേരും പുറത്തേക്ക് ഇറങ്ങി ചായ ഒക്കെ കുടിച്ചു. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.